റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ്. അത് ചെറുതാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഹണി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാന്ന്. ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതാ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കുക്കിംഗ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ കാരണം പെട്ടെന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കൊരു അര മുറി സവാള കേട്ടോ. അധികമൊന്നും വേണ്ട. അരമുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിട്ടാ. പിന്നെ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടാൻ കുറക്കാൻ ചെയ്യാം. സവാള ഒന്ന് വാട്ടിയെടുത്താൽ മതിട്ടാ. അധികം മൊരിയൊന്നും വേണ്ട, അധികം വാടൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ സവാളയും വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതിട്ട് കൊടുക്കുക. ചില്ലി ഫ്ലക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലക്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഹണി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചിക്കൻ്റെ ഹൈലൈറ്റ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോസുകൾ നമ്മൾ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ. എന്നിട്ട് സോസുകൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഹൈയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. 5 മിനിറ്റ് മതി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.